ഇത് പുസ്തകം സ്വീകരിക്കാൻ എന്നെ എന്തിനു തെരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് പറയുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ ഖദീജാമന്ദാസ് പലതും നമ്മുടെ മേലിങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ളത് പത്രങ്ങൾ എഴുതി അങ്ങനെ ആവുകയാണ്. നമ്മളാവുന്നതല്ല. ഏതായാലും ഇത് സ്വീകരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുന്ന ഒരു മുഖസ്തുതിയല്ല, ശരിയായ സന്തോഷമുണ്ട്. പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം, അത് മൈന മൈബാൻ എഴുതിയത്, അത് ഡോക്ടർ ഖദീജാമന്ദാസിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനുള്ളത്. ഇനി വള്ളത്തോട് പറഞ്ഞ പോലെ ആനന്ദലത്തിക്ക് ഇനി എന്ത് വേണം ആണ് എനിക്ക് തോന്നുന്നത്. മൈനയുടെ ആദ്യത്തെ ലേഖനാണെന്ന് തോന്നുന്നു മാതൃഭൂമിയിൽ വന്നപ്പോൾ. അതിലൊരു വാചകം എന്നെ വളരെ ചിന്തിപ്പിച്ച്, അത് എന്റെ ആത്മാവിന് മൈന ഏൽപ്പിച്ചൊരു ദംശനമായിരുന്നു. അങ്ങനെ ഒരു ആത്മദംശനായിരുന്നു. അതെന്താണെന്ന് ഒരു കുട്ടി പൂവാൻ പുറന്തലയും കറുകയും മുക്കുറ്റിയും നിലപ്പനയും ഒക്കെ മനസ്സിലാക്കുന്നത് പെട്ടെന്നൊരു ദിവസം സത്യങ്ങളെ പഠിക്കാൻ ഇറങ്ങുന്നത് കൊണ്ടല്ല, വളരെ പതുക്കെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അവ ഓരോന്നും. ഞങ്ങളൊക്കെ ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബൊട്ടാണിസ്റ്റ് അല്ല, പക്ഷേ ഇപ്പൊ ബോട്ടണി പഠിക്കുന്നു. എന്നൊക്കെ പരിസ്ഥിതി കുറച്ചുകൂടി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടണി പഠിക്കുന്നു. സുവോളജിസ്റ്റ് അല്ല, സുവോളജി പഠിക്കുന്നു. പലരും കണ്ടിട്ടില്ല. പുസ്തകങ്ങൾ, നിങ്ങളുടെ അറിവ് മിക്കവാറും പുസ്തകങ്ങളിൽ നിന്നും ജേണലുകളിൽ നിന്നാണ്. മൈനയുടെ അറിവ് ചവിട്ടി നടന്ന മണ്ണില് അതിന്റെ കൂടെ ജീവിച്ച് പ്രകൃതിയോട് ഇടുകി ചേർന്നുണ്ടാകുന്ന അതിന്റെ ആവിഷ്കരണമാണ് ഈ വികൃതി. അതിന്റെ വ്യത്യാസം വളരെ കാണാൻ സാധിക്കും. ഇവിടെ ആഗോളതാപനം, കാലാവസ്ഥാ മാറ്റം, ജൈവ അധിനിവേശം, മൊബൈൽ ടവർ. ഞാനിവിടെ ഒരുപാട് ക്ലാസ് എടുക്കുന്നതിനെ പറ്റിയൊക്കെ, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ മുറിച്ച് ആഗോളതാപനം എന്തുകൊണ്ട്, ആഗോളതാപനത്തിന് കാരണങ്ങൾ എന്തെല്ലാം, അതെന്താണ് അതിന്റെ ഫലങ്ങൾ, അതെങ്ങനെ ഉണ്ടാകുന്നു, അതിന് എന്തെല്ലാം നിവാരണ മാർഗങ്ങളുണ്ട്, മുറിച്ച് കഷ്ണമാക്കി ചിത്രീകരിച്ച് വളരെ ദ്രവ്യമായിട്ട് ഊഷരമായിട്ട് അവതരിപ്പിക്കുന്ന സ്ഥിതിയാണ് ഞങ്ങളുടെ അവിടെ. ഡോക്ടർ ഖദീജാമന്ദാസ് പറഞ്ഞ പോലെ സയൻസിന് അത് ആവശ്യമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയും ഇതിനെയൊക്കെ പറ്റി പറയാം. ഇത് വായിച്ചപ്പോഴെങ്കിൽ അത് ഞാൻ ധരിച്ചിരുന്ന പോയി. അതിനെപ്പറ്റി പലത് വായിച്ചപ്പോഴും ഞാൻ ഒരു 10-20 കൊല്ലമായിട്ട് ഇതെല്ലാം പറഞ്ഞു വരുന്നതാണ്. പക്ഷെ എനിക്കിങ്ങനെ പറയാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു അസൂയ പോലെ എനിക്ക് തോന്നുന്നു. വാസ്തവത്തില് ഇങ്ങനെ അയത്ന ലളിതമായിട്ട് ഇവ പ്രതിപാദിക്കുന്നത്, അത് ഈ ഞങ്ങൾ ശാസ്ത്ര സാഹിത്യ പഠനത്തിൽ ഞങ്ങൾ പറയും ശാസ്ത്രം അധ്വാനമാണ്, ശാസ്ത്രം അനുഭവമാണ് എന്നൊക്കെ പറയും. എങ്കിലും നിങ്ങൾ പലരും അനുഭവിക്കാറില്ല, അനുഭവിക്കാതെയാണ് പറയുന്നത്. ഇവിടെ അനുഭവിച്ചതാണ്. കുട്ടിക്കാലം മുതൽക്ക് ഇവിടെ പറഞ്ഞ പോലെ പൂവാൻകുളത്തിലായാലും വിഷ്ണുക്രാന്തി ആയാലും എല്ലാം കുട്ടിക്കാലം മുതൽക്ക് ഇത് അതാണെന്ന് പറഞ്ഞിട്ടല്ല, അത് കണ്ട് പഠിച്ച് അതിന്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കാതെ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, മനസ്സിലാക്കുന്നത് സ്വയം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു അവതരണ രീതി, അത് അന്യാദൃശമാണ് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഈ ആത്മദംശനം പറഞ്ഞ് ആദ്യത്തെ 3 അധ്യായങ്ങളിൽ എങ്ങനെ മൈന ശരിക്കും മൈനയായിട്ട് പറന്ന് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാണാൻ. പ്രകൃതിയിലിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു മൈനയാണത്. പറന്ന് നടക്കുക മാത്രമല്ല, എഴഞ്ഞു പോകുന്ന ഉരകവുമാണ്, നടന്നു പോകുന്ന നാൽക്കാലികളാണ്, ഇരുകാലികളാണ്, എല്ലാം പ്രകൃതിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ആവിഷ്കാരമാണ് അതിൽ കാണുന്നത്. എനിക്കത് വായിച്ചപ്പോൾ കുട്ടിക്കാലത്ത് ഇത്രയൊന്നും അനുഭവം ഇല്ലെങ്കിലും, ഞാൻ മിക്കവാറും ടൗണുകളിലാണ് താമസിക്കുന്നത്.